بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ SIOവിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം വർഷിക്കുന്ന, അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന അറിവിൻ്റെ മജ്ലിസിൽ ഒന്നിച്ചിരിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി 2 മാസത്തിലധികമായി നമ്മളുടെ നിരന്തരമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ ഞങ്ങളെ നീ ഈ റജബിലും ശഅബാനിലും നീ അനുഗ്രഹിക്കുകയും റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീ നീട്ടിത്തരികയും ചെയ്യണേ എന്ന ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും ആ പരിശുദ്ധ റമദാനിനെ, 2024 പരിശുദ്ധ റമദാനിനെ പുൽകാൻ നമുക്ക് സൗഭാഗ്യം ഒരുക്കിയേക്കും. ഇനി ശഅബാനിലെ ചുരുങ്ങിയ മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ആ മണിക്കൂറുകൾ പോലും പ്രാർത്ഥനാ മുഖരിതമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥനയിലൂടെ ആ റമദാനിനെ നേടിയെടുക്കാനുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെയും അതേ അവസരത്തിൽ വലിയ പ്രതീക്ഷയുടെയും ഹൃദയത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ റമദാനിലേക്ക് എത്തിക്കുകയും ആ റമദാനിനെ പൂർണ്ണാർത്ഥത്തിൽ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി
ഉപയോഗപ്പെടുത്തി ആ റമദാൻ നേടിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതാണ്. ഈ റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ വേദഗ്രന്ഥത്തെ സമ്മാനിച്ച മാസം, ആ മാസത്തെയാണ് അല്ലാഹു വിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതുകൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കൊണ്ട് മാത്രം റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല, റമദാനാകുന്ന അതിഥിയെ കാലയെ കൂട്ടി ആ റമദാനാകുന്ന അതിഥിയെ സ്വീകരിക്കാൻ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ പള്ളിയും അതിൻ്റെ പരിസരങ്ങളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അത് പൂർത്തീകരിച്ചും അത് ഭാഗികമായി പൂർത്തീകരിച്ചും ഒക്കെ വന്നിരിക്കുന്ന ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ അതിഥിയെ മനോഹരമായി സ്വീകരിക്കണമെന്നത് തന്നെയാണ്. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, ഈ റമദാനാകുന്ന അനുഗ്രഹത്തിൻ്റെ പേമാരി അതൊരു വിണ്ടുകേറിയ വരണ്ടുണങ്ങിയ ഒരു മണ്ണിലേക്ക്, ഒരു കൃഷിസ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ ഉറ്റുവീടുമ്പോൾ ആ മണ്ണിന് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. അത് കണക്കെ ഒരു വിശ്വാസിയുടെ ഹൃദയം ഈ റമദാനിനെ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അതേ അവസരത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നതും ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങൾ വീടും നിങ്ങളുടെ പരിസരവും പള്ളിയും ഒക്കെ വൃത്തിയാക്കി ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണല്ലോ. ആ നമ്മോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ വീടും പള്ളിയും പരിസരവും എല്ലാം നിങ്ങൾ വൃത്തിയാക്കി ഒരുങ്ങിയിരിക്കുമ്പോൾ ആത്യന്തികമായി അല്ലാഹുവിൻ്റെ നോട്ടം എവിടേക്കാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്നതാണ് അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നത്. അല്ലാഹുവിൻ്റെ നോട്ടം നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, നിങ്ങളുടെ മറ്റ് ആകാര ഭംഗിയിലേക്കല്ല. അല്ലാഹുവിൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ചു മനുഷ്യരോടുള്ള വെറുപ്പ്, മനുഷ്യരോടുള്ള വിദ്വേഷം, അവരോടുള്ള പക, അവരോടുള്ള തൊട്ടുതീണ്ടായ്മ, ഇതൊക്കെയും മാറ്റിവെച്ച് ആ ഹൃദയത്തെ സംശുദ്ധിയുള്ള ഒരു ഹൃദയമാക്കി അല്ലാഹുവിൻ്റെ അതിഥിയെ സ്വീകരിക്കാൻ പാകത്തിൽ ഈ ഹൃദയത്തെ നിങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. റമദാനിലേക്ക് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ ബാക്കിയായിരിക്കെ ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം അതായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ അങ്ങനെ സജ്ജമാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ സജ്ജീകരിച്ചു നിർത്തിയിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തെ എന്ന ചോദ്യമാണ് ഞാനും നിങ്ങളും നമ്മോട് ആദ്യമായി ചോദിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന അനുഭൂതി, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിനുണ്ടാക്കുന്ന അനുഭൂതി, അവൻ്റെ മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം, അവൻ്റെ ശരീരത്തിനുണ്ടാക്കുന്ന ആഹ്ലാദം, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് അനുകൂലമായ സജ്ജീകരണങ്ങൾ അല്ലാഹു ഒരുക്കുകയാണ് ഈ പരിശുദ്ധ റമദാനിൽ. വിശ്വാസിയെ ചോർത്തു പിടിക്കാൻ, ജീവിതത്തിൽ നിന്ന് അകന്നുപോയ, അല്ലാഹുവിൻ്റെ വടിയിൽ നിന്ന് മാറി സഞ്ചരിച്ച മനുഷ്യന് അല്ലാഹുവിൻ്റെ വടിയിലേക്ക് പരന്നൊടുകാനുള്ള ഏറ്റവും സൗകര്യപൂർവകമായ സംവിധാനങ്ങൾ, സാഹചര്യം ഒരു വിശ്വാസിയുടെ മുന്നിൽ അല്ലാഹു ഒരുക്കി കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തം കൂടിയാണ്. നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ വന്നിരിക്കുന്നത് സന്തോഷത്തോടുകൂടി റമദാനിനെ കുറിച്ച്
അതിൻ്റെ തയ്യാറെടുപ്പിനെ കുറിച്ച്. റമദാൻ എന്ന് പറയുന്ന മാസം അതിനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ വളരെ വേഗതയിൽ അത് കടന്നു പോകും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വേഗതയിൽ ആ റമദാൻ തീർന്നു പോകും. അതുകൊണ്ട് റമദാനിൻ്റെ 1-ാം ദിനം മുതൽ അള്ളാഹു അനുവദിക്കുന്ന അതിൻ്റെ അവസാനത്തെ ദിനം വരെ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നത് വളരെ സുചിന്തിതമായ ആലോചനയിലൂടെ ഒരു വിശ്വാസി ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ വിശ്വാസിക്ക് ഏറ്റവും ഒടുവിൽ നിരാശയാണ് സമ്മാനിക്കുക എന്നതാണ്. പഠിച്ചോനെ, കഴിഞ്ഞു പോയല്ലോ റമദാൻ, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് ഈ ലഭിച്ചത് എങ്കിൽ ഞാൻ അതിനോട് നീതിപൂർവകമായി അതിനെ ഏറ്റവും സുന്ദരമായി അതിനെ പൂർണ്ണാർത്ഥത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലേ എന്ന ആശങ്ക ഹൃദയത്തിലേക്ക് വരുന്ന, അത് നമ്മളുടെ മസ്തിഷ്കങ്ങളെ വരിഞ്ഞു മുറക്കുന്ന ഒരു പ്രയാസമായി തീരുമെന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്, റമദാനിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഷഅബാനിനെ മുൻനിർത്തി ഒരുങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് കൂടിയാണ്. ഒരു അറബി കവി പാടുന്നുണ്ട്, കം കുന്ത തഅരിഫു മിമ്മൻ സാമ മിൻ സലഫിൻ മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി. കവി ചോദിക്കുകയാണ്, നിങ്ങളോടൊപ്പം ജീവിച്ച, നിങ്ങളോടൊപ്പം ഇസ്ലാമിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയ, ജീവിതത്തിന്റെ വഴിയിൽ എത്ര പേർ കൊടിഞ്ഞുപോയി. അത് നൂറ്റാണ്ടുകളുടെ പഴക്കം വേണ്ട, വർഷങ്ങളുടെ പഴക്കം വേണ്ട. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നോമ്പെടുത്ത, നമ്മോടൊപ്പം തറാവീഹിന് പള്ളിയിലുണ്ടായിരുന്ന, നമ്മോടൊപ്പം ഇഅ്തികാഫിന് സജീവമായി മുന്നിലുണ്ടായിരുന്ന, റമദാനിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഫിത്ർ സക്കാത്തിന്റെ സന്ദർഭത്തിൽ ആ സേവനപാതയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, ഏറ്റവും ഒടുവിൽ പെരുന്നാളിന്റെ സന്തോഷത്തിൽ അതിൻ്റെ ആഹ്ലാദത്തിൽ നമ്മോട് വന്ന് ചോർത്തു പിടിച്ച് മുസാഹഫത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് സന്തോഷം പങ്കിട്ടാൻ എത്ര മനുഷ്യർ ഇന്ന് നിങ്ങളോടൊപ്പം ബാക്കിയുണ്ട്? അവരിൽ എത്ര പേർ ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ലാതെ അള്ളാഹുവിലേക്ക് യാത്രയായവരുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരിൽ എത്ര പേർ ഇന്ന് വ്യത്യസ്ത പള്ളികളുടെ ഖബർസ്ഥാനുകളിൽ ആറടി മണ്ണിലാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കവി പറയുന്നത് അവരൊക്കെ മരണം കൊണ്ടുപോയപ്പോഴും നിങ്ങളെ അള്ളാഹു ബാക്കിയാക്കി. ഇത് അള്ളാഹുവിനോട് നീതിപൂർവകമായി വർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹീതരാണ് നമ്മൾ. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെയും ഈ റമദാനും പ്രതീക്ഷിച്ച് ജീവിച്ചിരുന്നവരാണ് നമ്മെ പോലെ. പക്ഷേ അള്ളാഹു അവരുടെ സമയമെത്തിയപ്പോൾ അവരെ തിരിച്ചു വിളിച്ചതാണ് അള്ളാഹു. നമ്മൾ ചില മനുഷ്യരുടെ വിയോഗത്തെ മുൻനിർത്തി നമ്മൾ പറയാറുണ്ട്, അകാലത്തിൽ പൊലിഞ്ഞു പോയവർ. അതായത് കാലമെത്താതെ അള്ളാഹു തിരികെ വിളിച്ചവർ. അങ്ങനെയൊന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ ഒരു മനുഷ്യന്റെ അവധിയെത്തിയാൽ അവനെ തിരിച്ചു വിളിക്കും. അത് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടാൽ അള്ളാഹു അവന് വിധിച്ച ദിവസം, അവൻ അനുവദിച്ച മണിക്കൂറുകൾ, അവൻ അനുവദിച്ച അവസാനത്തെ മിനിറ്റും അവസാനത്തെ സെക്കൻഡും അവന് നൽകിയിട്ടാണ് അള്ളാഹു തിരിച്ചു വിളിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും അകാലത്തിൽ പൊരിഞ്ഞു പോകുന്നില്ല. ഒരു ചെറിയ പിഞ്ചുകുഞ്ഞു മരണപ്പെടുമ്പോഴും ആ പിഞ്ചുകുഞ്ഞു പോലും അള്ളാഹു അനുവദിച്ച ആയുസ്സെത്തിയിട്ടാണ്. അത് അപകട മരണമാകാം, അത് മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ടാകാം, എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അതുകൊണ്ട് നമ്മുടെ അവധി എപ്പോഴാണെന്നറിയാതെ ഈ 2024 റമദാനിനു വേണ്ടി മുന്നൊരുക്കം നടത്താൻ ഇങ്ങനെ വന്നിരിക്കുന്ന നമ്മിൽ എത്ര പേർ ഈ പരിശുദ്ധ റമദാനിലേക്ക് എത്തിച്ചേരുമെന്ന് പോലും നിശ്ചയമില്ലാത്ത മനുഷ്യരാണ്, നിസ്സഹായരായ, അത്രയും നിസ്സാരനായ മനുഷ്യ ജന്മങ്ങളാണ് നമ്മൾ എന്ന തിരിച്ചറിവാണ് എനിക്ക് നിങ്ങൾക്കും ഒന്നാമതായി ഉണ്ടാകേണ്ടത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്ന ഒരു സഹാബിയുടെ അടുക്കലേക്ക് ഉബൈദുല്ലാഹി ബിൻ ജർഹമി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലേക്ക് ഇറാഖിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ താങ്കളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സംഭവം താങ്കൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയുമോ? ഉബൈദുല്ലാഹി ബിൻ ജർഹമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, എൻ്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ എവിടെ നിന്നോ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു ചേർന്നു. ദീർഘദൂരം യാത്ര ചെയ്തു. അദ്ദേഹം ഇങ്ങനെ ധാരാളം പ്രദേശങ്ങൾ, രാജ്യങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെത്തി. കുറഞ്ഞ ദിനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. അങ്ങനെ അദ്ദേഹത്തിന് രോഗം വന്നു. പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ആ നാട്ടുകാർ അദ്ദേഹവുമായി കുറഞ്ഞ സൗഹൃദമുള്ള, കുറഞ്ഞ കാലത്തെ, കുറഞ്ഞ മണിക്കൂറുകളുടെ സൗഹൃദമുള്ള മനുഷ്യർ അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചു, അത് കഫൻ ചെയ്തു. അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് എത്തിച്ചു. ജമാഅത്തായി ജനാസ നമസ്കരിച്ചു. അദ്ദേഹത്തെ ഖബറടക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബർസ്ഥാനിന് മുന്നിലേക്ക്, അദ്ദേഹത്തിന്റെ ഖബറിനരികിലേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോൾ ഞാൻ ആളുകളുടെ മുഖത്തേക്ക് നോക്കി. പലരും അദ്ദേഹത്തിന് വേണ്ടി കണ്ണീർ പൊടിക്കുന്നുണ്ട്. അദ്ദേഹത്തിനു വേണ്ടി പ്രയാസപ്പെട്ട, അദ്ദേഹത്തെ ആലോചിച്ച് സങ്കടപ്പെടുന്ന മനുഷ്യർ അവിടെയുണ്ട്. കാരണം അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് മറ്റൊരു നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബം അറിയുന്നില്ല. ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്കൊരു കവിത വന്നു. ഞാൻ ആ കവിത അപ്പോൾ ആലപിച്ചു. ഞാൻ ആ കവിത ആലപിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തെ അറിയാത്ത മനുഷ്യർ അദ്ദേഹത്തിന് വേണ്ടി കണ്ണീർ പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ അവസരത്തിൽ ആ മനുഷ്യനെ നന്നായി അറിയുന്നവർ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അദ്ദേഹത്തിന്റെ വീട്ടുകാർ, അദ്ദേഹത്തിന്റെ നാട്ടുകാർ, അവർ ആ മനുഷ്യന്റെ മരണമറിയാതെ അവരെല്ലാവരും സന്തോഷത്തിലാണ്. ഈ കവിത വായിച്ചിട്ട്, ഈ കവിത പാടിക്കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയായി ധാരയായി ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കവിത ആരെഴുതിയതാണെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഏതോ ഒരു സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൂറിയിട്ട വരികളാണ് ഞാൻ ആലപിച്ചത്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഈ കവിത എഴുതിയ മനുഷ്യന്റെ മയ്യത്താണ് താങ്കൾ ഇപ്പോൾ ഖബറടക്കാനിരിക്കുന്നത്. എത്ര അർത്ഥവത്തായ വരികൾ! അത് തൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ഓർമ്മയായിരുന്നു എന്ന് ഉബൈദുല്ലാഹി ബിൻ ജർഹമി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ മരണത്തെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ആയുസ്, നമുക്ക് അല്ലാഹു സമ്മാനിക്കുന്ന ആയുസ്സിനെ ഞാനും നിങ്ങളും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ വിശാലമായ ആലോചനകൾ അത് വികസിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് പരിശുദ്ധ റമദാനിൻ്റെ അതിൻ്റെ ഒരു ആരംഭം എന്ന നിലക്ക്. ഈ ശഅബാനിൻ്റെ അവസാനത്തെ ദിനങ്ങൾ എന്നതിന് മുൻനിർത്തി പരിശുദ്ധ റമദാനിനെ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഈ റമദാനിനെ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഈ റമദാനിനെ നമുക്ക് നാളെ അല്ലാഹുവിൻ്റെ മഹ്ശറിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കി ഈ റമദാനിനെ എങ്ങനെ മാറ്റിയെടുക്കുമെന്നതിനെ മുൻനിർത്തിയുള്ള ആലോചനകളാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതുകൊണ്ട് ഈ ശഅബാൻ, നമ്മുടെ ശഅബാനിലെ തുടക്കത്തിലെ നമ്മൾ ഒരുങ്ങി തുടങ്ങിയതാണ്. ആ ഒരുക്കം എത്ര അളവിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അവലോകനത്തിൽ നിന്ന് വേണം ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ. റമദാനിൻ്റെ ഓരോ ദിവസവും എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളെ ചോർത്തുപിടിക്കുന്ന ദിനങ്ങളാണ്. അല്ലാഹു അവന്റെ അടിമയെ അല്ലാഹുവിലേക്ക് പിടിച്ചു വലിക്കുന്ന, അല്ലാഹുവിൻ്റെ ആ സ്നേഹത്തിന്, അല്ലാഹുവിൻ്റെ ആ തൃപ്തിയെ,
അത് നേടിയെടുക്കാൻ ഒരു വിശ്വാസിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സംവിധാനം കൂടിയാണ് റമദാൻ. അതുകൊണ്ടാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയത്, മോസം അച്ഛ പാനി വാഫിർ മിട്ടി ബി ദർഹേസ്. ഒരു കർഷകനെ കൊണ്ട് സമീകരിച്ചുകൊണ്ട്, ഒരു കർഷകനെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നത്, ഒരു കർഷകന് അവന് കൃഷി ചെയ്യാൻ അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് നല്ല കാലാവസ്ഥയുള്ള, മോസം അച്ഛ നല്ല കാലാവസ്ഥ ലഭ്യമാകുന്ന, പാനി വാഫിർ ഒഴുകുന്ന വെള്ളമുള്ള, ധാരാളമായി വെള്ളം ലഭിക്കുന്ന, മിട്ടി ബി ദർഹേസ് കുത്തിട്ടാൽ തുളിർത്തു വരുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് ലഭ്യമാകുന്ന സന്ദർഭം. ഇത് മൂന്നും, ഈ മൂന്ന് ഘടകങ്ങളും ഒത്തുചേരുക എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിലുപരി ഒരു സന്തോഷം, ഒരനുകൂല സാഹചര്യം വന്നു ചേരാനില്ല. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയും ഒത്തുവന്നിട്ട് കൃഷി ചെയ്യാതൊരു കർഷകൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ജിസ്നെ അപ്പനെ കേത്തിനെ സിഞ്ചാവോ ഓക്കെ സാധക്കാൻ എന്നാണ് അല്ലാമ ഇഖ്ബാൽ പാടി വെച്ചത്. ഓക്കെ സാധക്കാൻ, അവൻ എന്തൊരു പരാജിതനായ കർഷകനാണ്, അവൻ എന്തൊരു ദുഃഖിതനായ കർഷകനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിക്ക് ലഭ്യമായിട്ട് ആ റമദാനിനെ അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കി തീർക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ അവനേക്കാൾ പരാജിതനായ, അവനേക്കാൾ ദുഃഖിതനായി തീരുന്ന ഒരു വിശ്വാസി ഉണ്ടാകില്ല എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജുമുഅ നമസ്കാര ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറയുകയാണ്. നമുക്കറിയാം ആ സംഭവം. അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ആ ഓരോ ചവിട്ടുപടിയും കാലെടുത്ത് വെക്കുമ്പോഴാണ് ഈ ആമീൻ പറയുന്നത്. അതാണ് സഹാബത്ത് ചോദിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മിമ്പറിലേക്ക് കയറുമ്പോൾ താങ്കൾ ആമീൻ ഉരുവിട്ടത് എന്തിനു വേണ്ടിയാണ്? അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി കൊടുക്കുന്നത്, ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ എൻ്റെ ചാരത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. അദ്ദേഹം 3 ശാപപ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ട്. ആ 3 ശാപപ്രാർത്ഥനകൾ അദ്ദേഹം പ്രാർത്ഥന നിർവഹിച്ച സമയത്ത് അതിനു വേണ്ടിയാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ആ 3 പ്രാർത്ഥനകളിൽ ഒന്ന്, ഒരു വിശ്വാസിക്ക് പരിശുദ്ധ റമദാനിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ട് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താതെ തൻ്റെ പാപങ്ങൾ പൊറുപ്പിച്ചു അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്നവനായി, അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്നവളായിട്ട് മാറാൻ കഴിയാതെ പോയ വിശ്വാസിക്കും വിശ്വാസിനിക്കും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്നതാണ് ആ പ്രാർത്ഥനയിലൊന്നും. ആ പ്രാർത്ഥനക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആമീൻ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിച്ച ആള് ചില്ലറക്കാരനല്ല, പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞ ആളും ചില്ലറക്കാരനല്ല. ഇത് കേൾക്കുന്ന ലോകരക്ഷിതാവ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉടയ തമ്പുരാനും ചില്ലറക്കാരനല്ല. അതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളം റമദാനുകൾ ലഭ്യമായിട്ടും ആ റമദാനുകളോട് നീതിപൂർവകമായി പ്രവർത്തിക്കാൻ കഴിയാതെ പോയവരാണ് നമ്മളെങ്കിൽ, ഈ റമദാനിനെ മുൻനിർത്തി അത് പരിഹരിക്കാനുള്ള മാനസികാവസ്ഥ, വിശാലമായ ഉയർന്ന ഒരു ഹൃദയത്തെ അതിനെ പുൽകാൻ, അതിനെ സ്വീകരിക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ, ആ നന്മയെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിശ്വാസിയായി നമ്മൾ മാറണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം നന്മകൾ നേടിയെടുക്കുന്ന റമദാനിൽ ആ നന്മകൾക്ക് പരുക്കില്ലാതെ, ആ നന്മകൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി നമുക്ക് കഴിയണം. നമ്മൾ അല്ലാഹുവിന് വേണ്ടി അന്നപാനീയങ്ങൾ ഒഴിവാക്കുകയാണ്. സൗമ് എന്ന പദം അറബി ഭാഷയിൽ ഉപേക്ഷിക്കുക. തനിക്കിഷ്ടപ്പെട്ടതെല്ലാം, തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം, തൻ്റെ തൊണ്ടയിൽ ഒരിറ്റു നനവിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന വേളയിൽ വെള്ളത്തെ നിരസിക്കുന്ന, തൻ്റെ നാവ് പലതും പറയാൻ, പലരെക്കുറിച്ചും പറയാൻ ആ നാവ് വെമ്പൽ കൊള്ളുമ്പോൾ അതിനെ പിടിച്ചു വെക്കുന്ന, തൻ്റെ അവയവങ്ങളൊക്കെയും പലതും പല താല്പര്യങ്ങളും ജനിപ്പിക്കുമ്പോൾ
ആ താല്പര്യങ്ങളെയെല്ലാം ഉടച്ചു മാറ്റുന്ന, അതിനെ തള്ളി നീക്കുന്ന, ആ എല്ലാത്തിനെയും തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം പിടിച്ചു വെക്കുന്ന, തൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെയും കടിഞ്ഞാണിടുന്ന ഒരു വിശ്വാസി, അതിനെയൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു മാസം കൂടിയാണ്. വലിയ അധ്വാന പരിശ്രമങ്ങൾ, ആരാധന അനുഷ്ഠാനങ്ങളൊക്കെയും ധാരാളം സമയമെടുത്തു. ജീവിതത്തിൽ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരാധനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന മാസമാണ്. അങ്ങനെ അനുഷ്ഠിക്കുന്ന ആരാധനകൾ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മറയത്ത് അത് തടഞ്ഞു വെക്കപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും ഊഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന, നമ്മൾ മനുഷ്യരെന്ന നിലക്ക് പല രൂപത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന, ധാരാളം സൗഹൃദങ്ങളും ബന്ധങ്ങളും കൊടുക്കൽ വാങ്ങലിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായി വന്നു പോകാവുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും ആപലാദികളും അങ്കലാപ്പുകളും അതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ആ അർത്ഥത്തിൽ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ചില മനുഷ്യരോട് നമുക്കുണ്ടാകുന്ന പ്രയാസം, നമ്മെ പ്രയാസപ്പെടുത്തിയ മനുഷ്യർ, അവരോട് നമുക്ക് ആ പ്രയാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടും. അവർക്ക് പുറത്തു കൊടുക്കാൻ, അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സ് നമ്മെ അനുവദിക്കാത്ത സ്വഭാവത്തിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെയായിത്തീരും. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു സംസ്കാരം. അള്ളാഹു പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക, അല്ലയോ പ്രവാചകരെ, താങ്കളോടൊപ്പം നടക്കാനും താങ്കളോടൊപ്പം മജ്ലിസിലിരിക്കാനും ഭക്ഷണം കഴിക്കാനും താങ്കളോടൊപ്പം സഞ്ചരിക്കാനും ഒക്കെയും താങ്കളുടെ അനുയായികൾ, ആ സ്വഹാബെ കിറാം ഇത്രയധികം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത് താങ്കളുടെ ആ കുലീനമായ ആ സ്വഭാവമാണ്. താങ്കളുടെ ഏറ്റവും സ്വീകാര്യമായ പ്രാപ്യമായ ഒരു ഹൃദയം താങ്കൾക്കുണ്ട്. ഗലീലൽ ഖൽബ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേ അവസരത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്, അതേ അവസരത്തിൽ താങ്കളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർക്ക് ധാരാളം പോരായ്മകൾ, പരിമിതികളുള്ള മനുഷ്യരാണ്. പല തെറ്റുകളും അവർക്ക് സംഭവിച്ചു പോകും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, താങ്കൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഫഅഫു അൻഹും, താങ്കൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യണം. അവർക്ക് താങ്കൾ പുറത്തു കൊടുക്കണം. അത് പുറത്തു കൊടുത്താൽ മാത്രം പോരാ, വസ്തഗ്ഫിർ ലഹും എന്നുകൂടിയാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതായത് താങ്കൾ അവർക്ക് പുറത്തു കൊടുക്കണം. അത് മാത്രവും പോരാ, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി താങ്കൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് കൂടി താങ്കൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, എന്തൊരു മനോഹരമായ സംസ്കാരത്തെയാണ് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നത്. നമുക്ക് മനുഷ്യരെന്ന നിലക്ക് നമുക്ക് സാധ്യമാകുമോ? എത്ര അളവിൽ നമുക്കത് സാധ്യമാകുന്നുണ്ട് എന്ന പരിശോധന കൂടിയാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ ഇത് നമുക്ക് ബോധ്യമുണ്ട്. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പടപ്പുകളോടുള്ള, പടച്ചവനോടുള്ള തേട്ടത്തെ, അവൻ്റെ തൃപ്തിയെ നേടിയെടുക്കാൻ ഞാൻ സന്നദ്ധനായി മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ടിയ സാമ്പത്തിക സമാഹരണം നടത്തി, എല്ലാ ഒരുക്കങ്ങളും നടത്തി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലെ അവൻ്റെ പടപ്പുകളോട് തീർക്കാനുള്ളതൊക്കെയും തീർത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുറപ്പുവരുത്താൻ നമ്മൾ സന്നദ്ധരാണ്. നമുക്കത് ജാഗ്രതയുണ്ട്. അത് സാമ്പത്തികമായി വലിയ ചെലവുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാമെന്നതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യരോടുള്ളതൊക്കെയും തീർത്തുകൊണ്ടാവണം നമ്മൾ നമ്മുടെ ആരാധനകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് വിട്ടുകൊടുക്കാനുള്ളതും അവർക്ക് പുറത്തു കൊടുക്കാനുള്ളതൊക്കെയും പുറത്തു കൊടുത്തു മനസ്സിനെ മലീമസമായ ഒരവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ച് ഏറ്റവും സംശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിശാലമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ പുൽകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയവുമായിട്ട് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയണമെന്നതാണ്. ആ റമദാനിനെ മുൻനിർത്തിയുള്ള നമ്മുടെ ആലോചനകളിൽ
നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾക്കിടയിൽ മുന്നോട്ട് പോകുന്നവരാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിശ്വാസി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അതേ അവസരത്തിൽ വിശിഷ്യ ഇന്ത്യയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഈ രാജ്യത്ത് വിശ്വാസി സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മുൻനിർത്തി നമുക്കറിയാം. വംശീയ വിദ്വേഷത്തിന്റെ വേരുകൾ ആണ്ടിറങ്ങിയ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഈ രാജ്യത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മുന്നോട്ട് പോക്കിന്റെ അതിനെ ഗതി നിർണയിക്കുന്ന, അതിന് തടസ്സമായി നിൽക്കുന്ന, അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന, വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ തണല് മാത്രം ലഭ്യമാകുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിന്റെ കരുത്തിനെ നേടിയെടുക്കാൻ ഈ പരീക്ഷണ ഘട്ടങ്ങളിലെ ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു ഘട്ടത്തിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സമാനമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ, വലിയ മർദ്ദന പീഡനങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആത്മവീര്യം ചോർന്നുപോയ ഒരു ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോകുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്ര നമുക്കറിയാമതും. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മലായികത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനെ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ കയറ്റി മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അള്ളാഹുവിന്റെ ആലമുൽ അർവാഹിലേക്ക്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയ രംഗം നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകന് ആശ്വാസമേകാൻ, പ്രവാചകൻ ജീവിക്കുന്ന കാലത്ത് പ്രവാചകന്റെ ശത്രുക്കളിൽ നിന്ന് പ്രവാചകനേറ്റ പ്രഹരം, പ്രവാചകനെ അപമതിച്ച, പ്രവാചകനെ ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധികളിലേക്കും തള്ളിയിറങ്ങിയ മനുഷ്യർക്ക് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഊർജം പകരാൻ അള്ളാഹു കൊണ്ടുപോയ യാത്രയാണ്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന് സമ്മാനിച്ച ഇസ്രാ മിഅ്റാജ് യാത്രയാണ്. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക്, ഈ വിശ്വാസികളായ ഈ ലോകത്ത്, ഈ ലോകാവസാനം വരെ ഈ ഭൂമിയിൽ ഉണ്ടായി വരുന്ന മനുഷ്യർക്കൊക്കെയും ഒരു സമ്മാനമായി അള്ളാഹുവിന്റെ പ്രവാചകനെ ഏൽപ്പിച്ച ഒരു സമ്മാനമുണ്ട്. അതാണ് നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം. അള്ളാഹുവിന്റെ പ്രവാചകന് ഈ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു നൽകിയ സമ്മാനം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ മിഅ്റാജ് യാത്രയാണ് നമസ്കാരം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ നമസ്കാരത്തെ ഞാനും നിങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഇത് റമദാനിനെ മുൻനിർത്തി ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിൽ നോമ്പിനേക്കാൾ മുമ്പ്, സക്കാത്തിനേക്കാൾ മുമ്പ് സവിശേഷമായി അടിവരയിട്ട് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തെ മുൻനിർത്തിയാണ്, ഇഖാമത്തു സ്വലാത്തിനെ മുൻനിർത്തിയാണ്. അള്ളാഹു നമുക്ക് ഹദിയയായി നൽകിയ, അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെയും നേരിട്ട് പറയാൻ കഴിയുന്ന, മറ്റൊരു ഇടനിലക്കാരനില്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിനോട് പങ്കുവെക്കാനുള്ള വലിയ അവസരമായി അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ആ നമസ്കാരം എത്ര ഹൃദ്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. ആ നമസ്കാരം അത് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഭൂതി എത്രയാണ്. ആ നമസ്കാരത്തിലൂടെ നമുക്ക് കൈവരുന്ന പ്രതീക്ഷയുടെ അളവെത്രയാണ്. ആ നമസ്കാരം ജീവിതത്തിലെ വീണ്ടുവിചാരത്തിന് നമ്മെ പ്രാപ്തമാക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ആ പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ, തളർന്നു പോകാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ ചേർന്നു നിൽക്കാൻ അള്ളാഹു ഞങ്ങളോടൊപ്പമുണ്ട്
എന്ന് ജീവിതത്തിൽ ഹൃദയത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്. അല്ലയോ പ്രവാചകരെ, താങ്കളോട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ അവരോട് പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ ചാരത്തു തന്നെയുണ്ട്, ഞാൻ അവരുടെ അരികത്തു തന്നെയുണ്ട്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകാം. അവരെന്നോട് ചോദിച്ചാൽ, അവരെന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അവരുടെ ആവശ്യങ്ങൾ, ഞാൻ അവരുടെ ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിച്ചു കൊടുക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നമസ്കാരത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ, ആ പ്രവാചകത്വം ലഭിച്ചിട്ട് മക്കയിൽ ആ പ്രവാചകന്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തിയ ഘട്ടത്തിൽ പ്രവാചകന്റെ മനസ്സ് മരവിച്ചു പോകാതെ പ്രതീക്ഷയുടെ വിജയത്തിന്റെ വലിയ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ആ ഇസ്രാ മിഅ്റാജ് യാത്ര നടന്നിട്ടുള്ളത്. പ്രവാചകൻ ഒറ്റക്കല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ദേശത്തോളം ഉയർന്നു നിൽക്കുന്ന, ദേശത്തിൽ നിന്ന് രാജ്യത്തോളവും, രാജ്യത്തിൽ നിന്ന് ലോകത്തോളവും, ഭൂമിയിൽ നിന്ന് ആകാശത്തോളവും, ആകാശത്തിലെ അതിനുള്ളിലുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങുന്നതൊക്കെയും ഈ പ്രവാചകന്, ഈ സത്യത്തിന്, അതിന്റെ വിജയത്തിന് കൂടെ നിൽക്കുന്ന ശക്തിയാണ് എന്നുകൂടി അള്ളാഹുവിന്റെ പ്രവാചകനെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരത്തിൽ നമുക്കത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നമസ്കാരത്തിന്റെ റൂഹ് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുകൂടിയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 5 നേരത്തെ നമസ്കാരം അത് പൂർണ്ണതയിൽ, അതിന്റെ കൃത്യതയിൽ അത് നിർവഹിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ കൂടി കഴിയണമെന്നതാണ്. നമസ്കാരം എന്ന് പറയുന്നത്, ആ നമസ്കാരത്തെ ചുറ്റിപ്പറ്റി നമ്മൾ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ, നമ്മുടെ പള്ളി, നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്കുവിളി, അതിന്റെ ഇഖാമത്ത്, അതിന്റെ നമസ്കാരം, അതിലൂടെ മനുഷ്യരെ ഇങ്ങനെ ചോർത്തു വെക്കുന്ന, സാമൂഹികമായി മനുഷ്യരുടെ സൗഹൃദങ്ങൾ കൂട്ടിയിണക്കുന്ന, പല കൊടുക്കൽ വാങ്ങലിലൂടെ ആ മനുഷ്യബന്ധങ്ങളെ ചേർത്തു വെക്കുന്ന, സമൂഹത്തിൽ ഒരേപോലെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന പദ്ധതി കൂടിയാണ്, പ്രക്രിയ കൂടിയാണ് നമസ്കാരം നിർവഹിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ തിരിച്ചറിവിൽ നിന്ന് നമസ്കാരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ആ തിരിച്ചറിവിലൂടെ ആ യഥാർത്ഥ നമസ്കാരത്തെ സ്വായത്തമാക്കിയാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നതാണ്. പിന്നെ ഇസ്രായേലിനെ പേടിക്കാതെ, അമേരിക്കയെ കുറിച്ച് ഭയപ്പെടാതെ, ഒരു ഫാസിസത്തെ കുറിച്ചും ആശങ്കപ്പെടാതെ മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നതാണ്. വിശുദ്ധ ഖുർആനിനെ അങ്ങനെ കൂടി വായിക്കാൻ, അങ്ങനെ കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നൊരു മാസമായി റമദാൻ മാസം മാറിത്തീരണം. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണല്ലോ. ആ വിശുദ്ധ ഖുർആനിനെ അതിന്റെ ആഴത്തിൽ, അതിന്റെ പരപ്പിൽ, അതിന്റെ മുത്തും പവിഴവും ഒക്കെ ആർജിച്ചെടുക്കാൻ കഴിയുന്ന മാസമാക്കി, അതിന്റെ തുടക്കമാക്കി, അതിന്റെ ഒരു ആരംഭമായി ഈ റമദാൻ മാറിത്തീരണമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനെ സമാശ്വസിപ്പിക്കുന്ന എത്ര വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹുവിന്റെ പ്രവാചകനെ സമൂഹത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോ, അദ്ദേഹത്തെ കളിയാക്കിയപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു റബ്ബാണ്, ആ റബ്ബ് പോലും നിന്നെ കൈവടിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ച ഘട്ടത്തിൽ അല്ലാഹു പറയുകയാണ്, മവദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹു നിന്നെ കൈവിടിഞ്ഞിട്ടില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർള അലം യജ്ദക യതീമൻ ഫആവ. അല്ലാഹു ചോദിക്കുകയാണ്, യതീമായിരുന്ന നിന്നെ, അനാഥനായ നിന്നെ ഞാനല്ലേ നിന്നെ സനാഥനാക്കിയത്? ദരിദ്രനായിരുന്ന നിന്നെ ധനികനാക്കിയത് ആരാണ്? അത് ഞാനാണ്. വഴിയറിയാതെ വഴി തെറ്റിയവനായി നടന്ന നിന്നെ നേരാഴ വഴി കാണിച്ചു നിന്നെ സന്മാർഗത്തിലാക്കിയത് ആരാ? അത് ഞാനാണ്
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അത് കേവലം പാരായണത്തിനപ്പുറം വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫിനും ഓരോ ഹർഫ് ഉച്ചരിച്ചാലും പുണ്യമുണ്ട് എന്നറിയുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അതിന്റെ അർത്ഥങ്ങളിലൂടെ അതിന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ കൂടി അള്ളാഹു നൽകുന്ന വൈജ്ഞാനികമായ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ ഗതി നിർണയിക്കുന്ന കാര്യങ്ങൾ കൂടി വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കമാണ് എന്ന ബോധ്യത്തോടു കൂടി വിശുദ്ധ ഖുർആനിനെ വായിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പെട്ട് മൂടിയവനെ എഴുന്നേൽക്കൂ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ ധാരാളം സമയം നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, വറത്തിലിൽ ഖുർആന തർത്തീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല. ഇങ്ങനെ അള്ളാഹു പറഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകലിൽ നിനക്ക് ഭാരിച്ച പണിയുണ്ട്, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമായി നിനക്ക് ധാരാളം ചെയ്യാനുണ്ട്. ആ ചെയ്തു തീർക്കാനുള്ള എനർജി, അതിനുള്ള ഊർജം, അതിനുള്ള ഇന്ധനം നിനക്ക് എവിടെയാണ് ലഭിക്കുക? അത് ഈ രാവിന്റെ അന്ത്യയാമങ്ങളിൽ മനുഷ്യരൊക്കെയും ഉറങ്ങുമ്പോൾ, എല്ലാം നിശബ്ദമാകുന്ന ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചു ധാരാളം സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാക്കി ആ സന്ദർഭത്തെ മാറ്റി തീർക്കുമ്പോൾ അതിലൂടെ ലഭ്യമാകുന്ന ഒരു കരുത്ത്, അത് പകലിലെ നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജമേകും, നിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിലെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ ഇരട്ടിക്കിരട്ടിയാക്കി അള്ളാഹു നമുക്ക് നൽകുന്നത്, അത് അള്ളാഹു ഈ മാസത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ആ വിശ്വാസിനികൾക്ക് ഈ റമദാനിനു ശേഷവും മുന്നോട്ട് പോകാനുള്ള ഊർജം കൂടിയാണ് ഈ റമദാനിൽ നമ്മൾ സംഭരിക്കാനിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ 11 മാസം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്റെ ജീവൻ, ഈ ശരീരം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും റൂഹും അഥവാ ആത്മാവും ചേർന്നതാണ്. കഴിഞ്ഞ 11 മാസക്കാലം നമ്മൾ ഏറ്റവും സവിശേഷമായി പരിഗണിച്ചത് നമ്മുടെ ശരീരത്തെയാണ്. ആ ശരീരത്തെ അതിനെ തടിപ്പിക്കുന്നതിനു വേണ്ടി, അതിന് ഭക്ഷണപാനീയങ്ങൾ ധാരാളമായി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നൽകി അതിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി, അതിനെ ഏറ്റവും ഭംഗിയായി കൊണ്ടു നടക്കുന്നതിനു വേണ്ടി, അതിനെ പരിപാലിക്കുന്നതിനു വേണ്ടി, അങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതേ അവസരത്തിൽ നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ് പട്ടിണിയിലായിരുന്നു. ഈ വരുന്ന റമദാൻ, വിശ്വാസിക്ക് ലഭിക്കുന്ന റമദാൻ, അത് റൂഹിനു പെരുന്നാളാകുന്ന റമദാനാണ്, അത് റൂഹിനു പെരുന്നാളാകുന്ന മാസമാണ്. അതേ അവസരത്തിൽ ശരീരത്തെ പട്ടിണി കിടന്ന റൂഹിനു പെരുന്നാളാക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് ശരീരം അത് നോമ്പെടുത്ത് വ്രതമനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ആരാധനകളിൽ മുഴുകുമ്പോൾ നമ്മുടെ റൂഹിന്, നമ്മുടെ ആത്മാവിന് കുളിരേകുന്ന, അതിനാശ്വാസമേകുന്ന, നന്മയിൽ മുന്നേറാനുള്ള ഒരു ത്വര, ഒരു താല്പര്യം അത് ജനിപ്പിക്കുക കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ മുൻനിർത്തി അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, അല്ലാഹു ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ അനന്തരമെടുത്ത വിശ്വാസി സമൂഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഇവരിൽ 3 കൂട്ടരുണ്ട്. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഒന്നാമത്തെ കൂട്ടര് സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത മനുഷ്യരാണ്, വിശ്വാസികളാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, വമിൻഹും മുഖ്തസിദുൻ, അവരൊരു ഇടത്തരക്കാരാണ്, കുറച്ചൊക്കെ ഈ നന്മ ചെയ്യും, അതേപോലെ തന്നെ തിന്മയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ
പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ ധാരാളമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ആ മൂന്നാമത്തെ കൂട്ടര്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ മൂന്നാമത്തെ കൂട്ടരിലേക്ക് ഉൾപ്പെടാൻ അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി തരുന്നൊരു സുവർണാവസരമായി ഈ പരിശുദ്ധ റമദാനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്ന ആലോചനയിലാണ് ഈ പരിശുദ്ധ റമദാനിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി, ഏറ്റവും ആഹ്ലാദത്തോടുകൂടി ഈ റമദാനിനെ സ്വീകരിക്കാനുള്ള അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് വിശുദ്ധ ഖുർആനിനെ, ആ വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ വളരെ സവിശേഷമായി നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളുടെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിനെ സവിശേഷമായി നമ്മൾ ആലോചിക്കണം. ഈ വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഈ ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നല്ലല്ലോ. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് എത്ര ആയത്തുകൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. 30 ജുസുള്ള ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ, ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും പറഞ്ഞ ആയത്തുകൾ അത് നമ്മൾ എഴുതി നോക്കിയാൽ ഒരു ജുസുവിനപ്പുറം കവിയൂല. ഒരു ജുസുവിൽ മാത്രം ഉൾക്കൊള്ളുന്നവയാണത്. ബാക്കി 29 ജുസുയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരോട്, ഈ ലോകത്തോട്, ഈ വിശ്വാസ സമൂഹത്തോട് ഉൾപ്പെടെയുള്ള മനുഷ്യരോട്, മാനവ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മുടെ ജീവിതം അസ്തമിച്ചു പോകരുത്. അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിച്ചു പോകാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകരുത് എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മനുഷ്യന്റെ ഈ ഭൂമിയിലെ പ്രതിനിധാനം എന്താണ്? തന്റെ ദൗത്യം എന്താണ്? ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്ന മനുഷ്യരെന്ന നിലക്ക് നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഇസ്ലാമിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനീതിക്കെതിരിൽ നമ്മൾ വിരലുയർത്തുന്നത്, നമ്മൾ ശബ്ദിക്കുന്നത്, നമ്മൾ ഈ തെരുവിലും അങ്ങാടിയിലുമൊക്കെ വന്നിരിക്കുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടാണ്. സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന, സമൂഹത്തിൽ മർദ്ദനത്തിനിരയാകുന്ന, അക്രമ പീഡനങ്ങൾക്കിരയാവുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. സമയക്കുറവ് കൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല. അള്ളാഹു നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ഫലസ്തീനിലെ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സമകാലികരായ മനുഷ്യർ, ആ പിഞ്ചുകുട്ടികൾ, ആ സ്ത്രീകൾ, ആ ആബാലവൃദ്ധം മനുഷ്യരിങ്ങനെ പ്രയാസത്തിന്, അക്രമത്തിന്, അനീതിക്കിരയാക്കപ്പെടുമ്പോ നിങ്ങൾക്ക് മൗനികളാകാൻ എങ്ങനെയാണ് കഴിയുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിച്ചത്, അവർക്ക് വേണ്ടി നമ്മൾ ഖുനൂത്തുകൾ ആരംഭിച്ചത്, അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഐക്യദാർഢ്യപ്പെട്ട് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥനകൾ നിർവഹിച്ചത് അതുകൊണ്ടാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കാൻ ഈ വിശുദ്ധ റമദാൻ നമുക്ക് ജീവിതത്തിൽ അവസാനത്തെ ഒരു അവസരമായി നമ്മൾ കാണണമെന്നതാണ്. വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞൊരു കൂട്ടരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ജനത വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മഹ്ജൂറ എന്ന പ്രയോഗമാണ് അള്ളാഹു നടത്തിയത്. വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞൊരു ജനതയായിട്ട് എന്റെ ജനത മാറിപ്പോയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനങ്ങൾ, വിപ്ലവം എന്താണ് എന്ന് ഈ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അറേബ്യൻ ജനത എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി അടിപിടി കൂടുന്ന മനുഷ്യർക്കിടയിൽ
ഈ വിശുദ്ധ വേദഗ്രന്ഥം അവതരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച മനുഷ്യരിൽ ഉണ്ടാക്കിയ പ്രതിവിപ്ലവം എന്താണ് എന്ന് യർമൂക്കിന്റെ യുദ്ധം, ആ യുദ്ധക്കളത്തിൽ സംഭവിച്ച ആ ചെറിയൊരു സംഭവം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ഒരിടത്ത് വെട്ടേറ്റ് കിടക്കുന്ന ഒരു സഹാബിയുടെ അരികിലേക്ക് മറ്റൊരു സഹാബി ഓടി വരികയാണ്. അപ്പോൾ ആ വെട്ടേറ്റ് കിടക്കുന്ന മനുഷ്യൻ ആവശ്യപ്പെടുന്നത് കുറച്ച് വെള്ളം കുടിക്കാൻ അല്പം വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഉടനെ ആ സ്വഹാബി പോയി ഒരു കപ്പ് വെള്ളവുമായിട്ട് ഓടി വന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. വെള്ളം കൊടുക്കാനിരിക്കുമ്പോ തൊട്ടപ്പുറത്തുനിന്ന് മറ്റൊരു സഹാബി വെട്ടേറ്റ് കിടന്ന് ആ പോർക്കളത്തിൽ വെട്ടേറ്റ് കിടന്ന് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന കണ്ടപ്പോ ആദ്യം വെള്ളം ചോദിച്ച സഹാബി അദ്ദേഹത്തോട് തന്നെ ആവശ്യപ്പെടുകയാണ്, ആ രണ്ടാമത്തെ മനുഷ്യന് കൊടുക്കൂ വെള്ളം, എന്നേക്കാൾ അത്യാവശ്യം അദ്ദേഹത്തിനാണ്. അങ്ങനെ ആ സ്വഹാബി ആ വെള്ളത്തിന്റെ പാത്രവുമായി രണ്ടാമത്തെ സ്വഹാബിയുടെ അരികിലേക്ക് വന്നപ്പോ മൂന്നാമതൊരു സ്വഹാബി തൊട്ടപ്പുറത്ത് നിന്ന് വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടാൻ പോലും കഴിയാതെ വെട്ടേറ്റ് ചോര വാർന്ന് കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു പോകുന്ന, നാവുകൾ പുറത്തേക്കിട്ട് പ്രയാസപ്പെടുന്ന, വെള്ളത്തിനു വേണ്ടി ചോദിക്കുന്ന ഒരു ഘട്ടം അവിടെ കാണുകയാണ്. ആ രണ്ടാമത്തെ സ്വഹാബി പറയുന്നു, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം അല്ലാഹുവിലേക്ക് യാത്രയാകും. അദ്ദേഹത്തിന്റെ നാവ് നനക്കാൻ, അദ്ദേഹത്തിന്റെ തൊണ്ട നനക്കാൻ ഒരിറ്റു വെള്ളം എന്നേക്കാൾ അർഹതപ്പെട്ടത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സ്വഹാബിയിലേക്ക് മടക്കുന്ന സന്ദർഭം. അങ്ങനെയാണ് ആ വെള്ളവുമായി വന്ന സ്വഹാബി മൂന്നാമത്തെ മനുഷ്യനിലേക്ക് എത്തിയപ്പോ വെള്ളം അദ്ദേഹത്തിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. ഇന്നലില്ലാഹ്. അദ്ദേഹത്തിന്റെ ആ ഞെട്ടല് മാറ്റി രണ്ടാമത്തെ മനുഷ്യനിലേക്ക് ഓടിയെത്തി അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ. അദ്ദേഹം അല്പം മുമ്പ് അദ്ദേഹവും അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. ആദ്യം വെള്ളം ചോദിച്ച മനുഷ്യനിലേക്ക് ഓടിയെത്തിയപ്പോഴേക്ക് അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹവും മിനിറ്റുകൾക്ക് മുമ്പ് അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു എന്നതാണ്. 3 പേർക്കും വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കെ, 3 പേർക്കും ജീവിതത്തിന്റെ മരണത്തോട് മല്ലിടുന്ന ആ അവസാന ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിറ്റു വെള്ളം കുടിച്ച് തന്റെ തൊണ്ട നനക്കാൻ, ആശ്വാസമടഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന്, ഈ ഭൂമിയിലെ എല്ലാം വിട്ട് തന്റെ രക്ഷിതാവിലേക്ക് യാത്രയാവുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു കപ്പ് വെള്ളമുണ്ടായിരിക്കെ, 3 പേർക്കും വെള്ളം ആവശ്യമായിരിക്കെ, 3 പേരും തന്നേക്കാളുപരി തന്റെ സഹോദരനെ പരിഗണിച്ചത് കൊണ്ട് മാത്രം 3 പേരും വെള്ളം കുടിക്കാതെ അല്ലാഹുവിലേക്ക് യാത്രയായ സുന്ദരമായ ഒരു രംഗം, അത് വരച്ചിടുന്നത്, അത് കോർത്തുവെക്കുന്നത് വിശുദ്ധ ഖുർആൻ വരച്ചിട്ട ഒരു ജനസമൂഹത്തിന്റെ ചിത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തന്നേക്കാൾ പരിഗണിക്കുന്ന, തന്നേക്കാൾ തന്റെ സഹോദരനെ പരിഗണിക്കുന്ന, തന്റെ ആവശ്യങ്ങളെക്കാൾ തന്റെ സഹോദരന്റെ ആവശ്യത്തെ പരിഗണിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയെ വളർത്തിയെടുക്കുന്ന സുന്ദരമായ ഒരു രംഗം കൂടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പങ്കുവെക്കുന്ന ആശയങ്ങൾ എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ആ ജനത എന്ന് പറയുന്നത് അവരുടെ മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടം അത് ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ 30,000-ലധികം മനുഷ്യരാണ് അവിടെ രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്നത്. അല്ലാഹുവിലേക്ക് പദവി ഉയർത്തി അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നത്. ഈ എണ്ണം എന്ന് പറയുന്നത് ഈ ഇഹലോകവാസം വെടിഞ്ഞ ആളുകളുടെ എണ്ണം മാത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വ്യത്യസ്തമായ ആക്രമണങ്ങളിലൂടെ, ബോംബിങ്ങിലൂടെ, മിസൈലിങ്ങിലൂടെ ജീവനാശം സംഭവിച്ചു. ശരീരത്തിന് വ്യത്യസ്തമായ ക്ഷതമേറ്റ് ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, ജീവച്ഛവമായി ആശുപത്രികളിലും മറ്റുമൊക്കെ കിടന്ന് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം. അവിടുത്തെ മനുഷ്യർ, പിഞ്ചുകുട്ടികൾ അടക്കമുള്ള ആ സഹോദരന്മാർ പട്ടിണിയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന രംഗം. പച്ചിലകൾ കഴിച്ച്, പുല്ലുകൾ എടുത്ത് ഭക്ഷിച്ച്, കന്നുകാലികൾക്ക് വേണ്ടി വെച്ച കാലിത്തീറ്റകൾ അടക്കമെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് കടിച്ചുകൂട്ടുന്ന ഏറ്റവും ദയനീയമായ, നമ്മുടെ ഹൃദയത്തെ നുറുക്കുന്ന
ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചെറിയ പിഞ്ചു പൈതൻ മക്കൾ, ഉമ്മയുടെ മുലകുടി, ഉമ്മയുടെ മുലപ്പാല് മാത്രം ലഭ്യമായി ജീവിതത്തെ, ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്ന ചെറിയ പൈതൻ മക്കൾ, അവർക്ക് മുലപ്പാല് ലഭ്യമാകാതെ, തൻ്റെ ഉമ്മക്ക് പോഷകാഹാരം ലഭ്യമാകാതെ, മുലപ്പാല് ലഭ്യമാകാതെ, മുല വലിച്ചു കുടിച്ചിട്ട് നീര് വന്ന് ചോര കുടിച്ച് അതും പറ്റിപ്പോയിട്ട് ജീവൻ നിലനിർത്താൻ കഴിയാതെ പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ ദൈന്യതയാർന്ന മുഖങ്ങളാണ് ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യത്വം തൊട്ടു തീണ്ടിയില്ലാത്ത ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടം ആ മനുഷ്യർക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ, അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി നിർവഹിക്കാൻ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി സമ്മാനിക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ്. നമ്മൾ അവരോട് ഐക്യദാർഢ്യപ്പെടുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് ആ സമൂഹത്തിന് അതിജീവനം സാധ്യമാവുക? അവരുടെ വീടുകളൊക്കെ നശിച്ചുപോയി, അവരുടെ നാടൊക്കെയും തകർന്ന് തരിപ്പണമാക്കി, അവിടുത്തെ ജീവിതങ്ങളെല്ലാം ഇങ്ങനെ ചേതനയേറ്റ് കിടക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അതിജീവനം സാധ്യമാവുക എന്ന് നമ്മൾ വല്ലാതെ ആലോചിച്ചു പ്രയാസപ്പെടും. അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടയ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അവനെല്ലാം നിസ്സാരമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ വിജയത്തിലേക്ക് കൊണ്ടു നയിക്കാൻ കഴിയുന്ന എല്ലാ ശക്തിയും ശേഷിയും കരുത്തുമുള്ള പ്രപഞ്ചരക്ഷിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ റബ്ബിലാണ് നമ്മുടെ പ്രതീക്ഷ എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ബദർ സംഭവിച്ച മാസമാണ്. ബദറിൽ വിശ്വാസികൾ വിജയിച്ച മാസമാണ്. എണ്ണമറ്റ ശത്രുക്കളെ ചുരുങ്ങിയ മനുഷ്യർ, വിശ്വാസി സമൂഹം വിജയിച്ച അല്ലാഹുവിന്റെ ശക്തി, അല്ലാഹുവിന്റെ സഹായം ഭൂമിയിലേക്ക്, ബദറിലേക്ക് പെയ്തിറങ്ങിയ ഒരു മാസത്തിന്റെ ഓർമ്മ കൂടിയാണ് ഈ റമദാനിലുള്ളത്. മക്കം ഫതഹ് സംഭവിച്ചത് ഈ റമദാനിലാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയം കരഗതമായിട്ടുള്ളൊരു സവിശേഷമായ മാസം അത് റമദാനാണ് എന്നതുകൊണ്ട് കൂടി നമ്മുടെ പ്രാർത്ഥനകൾ ആ ഫലസ്തീനിലെ കുരുന്നുമക്കളുടെ ദൈന്യതയാർന്ന മുഖം മുന്നിൽ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് രക്തസാക്ഷിത്വം പുൽകി അള്ളാഹുവിലേക്ക് യാത്രയായവരുടെ ആ രക്തസാക്ഷിത്വത്തെ, അവരുടെ പദവിയെ അള്ളാഹു ഉയർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കണം. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു രംഗം, അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു. ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഭക്ഷണപാനീയങ്ങൾ ഇങ്ങനെ നിരത്തിവെച്ച, ഭക്ഷണങ്ങളൊക്കെയും വിഭവസമൃദ്ധമായ ഭക്ഷണം നിരത്തിവെച്ച തീന്മേശയുടെ അരിക്കൽ വന്നിരുന്നിട്ട് ഭക്ഷണം ഇങ്ങനെ പ്ലേറ്റിലേക്ക് കോരിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കരഞ്ഞു പോകുന്ന, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുക്കിയ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ശഅബു അബീ താലിബിൽ ആ മലഞ്ചെരുവിൽ പച്ചിലകൾ തിന്ന് കടിച്ചുകൂട്ടിയ ആ നാളുകളെ കുറിച്ച് ഞാൻ ആലോചിക്കോ? എനിക്ക് ഈ ഭക്ഷണം ഞാൻ എങ്ങനെയാണ് കഴിക്കുക? ഈ ഭക്ഷണം കടിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനും സംഘവും പച്ചിലകൾ തിന്ന് കടിച്ചുകൂട്ടി അങ്ങനെ സ്വർഗം പുൽകുന്ന ആ പ്രവാചകനും സംഘവും എത്തുന്ന ആ സ്വർഗത്തിലേക്ക് ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നാലോചിച്ചിട്ടാണ് എന്റെ കണ്ണുകൾ നിറയുന്നത് എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ജനത ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഹൃദയം
ഹൃദയം ചോർത്തുവച്ച, അള്ളാഹുവിനോട് മനമുരുകിയ, അന്ത്യയാമങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, ഹൃദയമുരുകി മനമുരുകി കണ്ണിൽ നിന്ന് കണ്ണീരൊടുക്കി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് ആ വിജയത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയുടെ മുന്നോട്ട് പോക്കിനെ, അവരുടെ അതിജീവനത്തെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ നാഥാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പുനരാലോചിക്കുമ്പോൾ ജീവിതത്തിൽ ധാരാളം നന്മകൾ സ്വായത്തമാക്കാൻ, ആ നന്മകൾ കരഗതമാക്കാൻ കഴിയുന്ന മഹാഭാഗ്യവതിയായ വിശ്വാസിയുടെയും വിശ്വാസിനികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തിയുള്ള നമ്മുടെ ആലോചനയിൽ, ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ധാരാളം നന്മകൾ സ്വായത്തമാക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനെയും നമ്മുടെ സ്വഭാവങ്ങളെ മുൻനിർത്തി നമ്മൾ പുനഃപരിശോധിക്കണം. ഈ റമദാനിനു ശേഷം ശവ്വാലിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടാകേണ്ടുന്ന മൂല്യങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പിടിതെറിയേണ്ടുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് കൃത്യപ്പെടുത്തിയിട്ട് ശവ്വാലിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ റമദാനിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഊർജം, അത് റമദാനിന് ശേഷമുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിന് കരുത്തേകുന്ന, അതിജീവനത്തിന്റെ കരുത്ത് ലഭിക്കുന്ന, വിശ്വാസദാർഢ്യതയുള്ള ഒരു ഹൃദയത്തെ സമ്മാനിക്കുന്ന റമദാനായി കൂടി ആ റമദാൻ മാറണം. റമദാനിനു ശേഷം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. പ്രതീക്ഷയുടെ ഒരു പുലരിയ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യർക്ക്, അനീതിക്കിരയാക്കപ്പെടുന്ന മനുഷ്യർക്ക് സ്വാന്തനവും സമാശ്വാസവും ഏകിക്കൊണ്ട് അവർക്ക് നേതൃത്വം നൽകാൻ കഴിയേണ്ടുന്ന വിശ്വാസിനികളായി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നത് പോലെ, ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പറവയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ പറവേ, അദ്ദേഹം പറയുന്നത്, അല്ലയോ പറവേ, നിന്റെ ധർമ്മം എന്ന് പറയുന്നത്, നിന്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഈ ആകാശം മുട്ടെ പറക്കുക, ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലുള്ളതൊക്കെയും ആകാശത്തിലൂടെ പറന്ന് ഇതൊക്കെയും കണ്ടു നിൽക്കുക, അതൊക്കെയും കണ്ടാനന്ദിക്കുക എന്നതാണ്. ആ പറക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ, വയറ് നിറഞ്ഞുപോയതിന്റെ പേരിൽ പറക്കാൻ കഴിയാതെ ഒരു മൂലയിലേക്ക് നീ ഒതുങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ചത്തുപോകുന്നതാണ് നിനക്കുത്തമമെന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ നേടിയെടുക്കാൻ നിരന്തരമായി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ റമദാൻ നേടിയെടുത്തിട്ട് ആ റമദാനിന്റെ മൂല്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് റമദാനിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും അതിനുവേണ്ടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ, ഈ റമദാൻ അങ്ങനെ നേടിയെടുത്തത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമില്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അതുകൊണ്ട് റമദാനിനു ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തെ മുൻനിർത്തി, നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ മുൻനിർത്തി അങ്ങനെയുള്ളൊരു അതിജീവന കരുത്തുകൂടി നേടിയെടുക്കുന്ന റമദാനായി മാറണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ സ്വർഗം കരഗതമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ, ഞങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനിക അധ്യായങ്ങൾ, അള്ളാഹുവേ, ധാരാളമായി ഞങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, ഞങ്ങളുടെ തറാവീഹുകൾ, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ, ഞങ്ങളുടെ തഹജ്ജുദ് നമസ്കാരങ്ങൾ, ധാരാളം ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, അല്ലാഹുവേ, ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചു ഞങ്ങളുടെ ജീവിതത്തിന് കരുത്തേകുന്ന, ജീവിതത്തിലേക്ക് മൂല്യങ്ങൾ ചേർത്തു വെക്കുന്ന, നന്മയുടെ വലിയ മനുഷ്യരാക്കി വിശാലമായ ഹൃദയങ്ങൾ നേടിയെടുക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളുമാക്കി അല്ലാഹുവേ, നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി
വലിയ സുന്ദരമായ കാഴ്ചപ്പാടുകൾ, അത്തരം നിലപാടുകളുമായി ഈ റമദാനിനെ ആദ്യാവസാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നതാ. വിശുദ്ധ ഖുർആൻ ജീവിതത്തിന് തിരിച്ചറിവ് നൽകുന്ന, വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ അതിൻ്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാനും അത് ജീവിതത്തിൻ്റെ ഹിദായത്തായി മാറുന്ന, ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന, ജീവിതത്തിന് നിറം പകരുന്ന, ജീവിതത്തിന് വെളിച്ചമേകുന്ന ഒരു മാസമായി ഈ മാസത്തെ നീ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് അത് നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാ. അല്ലാഹുവേ, ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളുടെ സഹോദരിമാരാണ്, അവിടുത്തെ പിഞ്ചുമക്കളാണ്, ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് അനീതിക്കിരയാക്കപ്പെടുന്ന മക്കളാണ്, മനുഷ്യരാണ്, മനുഷ്യ ജീവിതങ്ങളാണ്. അല്ലാഹുവേ, ഈ ലോകത്തിനു മുന്നിൽ അവർക്ക് ഐക്യദാർഢ്യപ്പെടാൻ, അവർക്ക് അവരുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, അതിനുപരി പ്രപഞ്ചനാഥനായ നിന്നോട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ കരുത്തേകണേ നാഥാ. അവരുടെ പട്ടിണിയിൽ നിന്ന് മറികടക്കാൻ, വിശ്വാസത്തിന്റെ കരുത്തിനാൽ നിന്നിലേക്കുള്ള യാത്രയെ അതിനെ സുഗമമാക്കാൻ, അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, അവരുടെ മണ്ണിനു വേണ്ടിയുള്ള നിലയുറപ്പിക്കൽ, അത് വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന, അത് റമദാനിന്റെ സുന്ദരമായ ദിനങ്ങളിൽ അത് സാധ്യമാക്കിയെടുക്കാൻ ആ സമൂഹത്തെ സജ്ജമാക്കുന്ന, അതിനവരെ ഒരുക്കിയെടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമാക്കി ഈ റമദാനിനെ നീ ഇവർക്ക് സമ്മാനിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ നാഥാ. അല്ലാഹുവേ, നിസ്സാരന്മാരിൽ നിസ്സാരന്മാരാണ് ഞങ്ങൾ. ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ മനുഷ്യരാണ്. നീ നിന്റെ സ്വർഗത്തെ തുറന്നു വെച്ചു, നരകത്തിന്റെ കവാടങ്ങളൊക്കെയും കൊട്ടിയടച്ചു. ഞങ്ങളെ സ്വീകരിക്കാൻ, ഞങ്ങളെ ചോർത്തുപിടിക്കാൻ നീ വെമ്പൽ കൊള്ളുന്ന ഈ സമയത്ത് നിന്നിലേക്ക് ഓടിയെടുക്കാൻ കഴിയുന്ന വിശ്വാസികളാക്കി ഞങ്ങളെ നീ മാറ്റി തീർക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന ആരാധന അനുഷ്ഠാനങ്ങൾ അത് ഹുബ്ബുല്ലാഹ്, നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള പ്രേമം, നിന്നോടുള്ള മുഹബ്ബത്ത് എന്നതിനെ മാനദണ്ഡമാക്കി നിർവഹിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.